നമ്മുടെ ഇന്നത്തെ വിഷയം മീസാനാണ് അല്ലേ? അള്ളാഹുവിന്റെ മീസാൻ. അതായത് മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, തൂക്കി കണക്കാക്കുന്ന അല്ലെ, തൂക്കി നോക്കുന്ന ഒരു സാധനമാണ് മീസാൻ അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ മീസാൻ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണെന്ന് നമുക്ക് ആലോചിച്ചാൽ പോലും യാതൊരറ്റവും കിട്ടൂല അല്ലെ. ആകാശ ഭൂമികൾ പോലും തൂക്കാൻ മാത്രം പര്യാപ്തമാണ് അള്ളാഹുവിന്റെ മീസാൻ. സുബ്ഹാനല്ലാഹ്. അത് എങ്ങനത്തെ മീസാനാണ്, എപ്രകാരമായിരിക്കുമെന്നൊക്കെ നമുക്ക് ഒരു ഭാവനയിൽ പോലും മനസ്സിലാക്കാൻ പറ്റൂല. ബിക്കോസ് ആകാശ ഭൂമികൾ എന്ന് പറയുന്ന ഭൂമിന്റെ കനവും ആകാശത്തിന്റെ വലിപ്പവും കണക്കിലെടുത്ത് അതൊക്കെ തൂക്കാന്ന് പറയുന്നത് തന്നെ നമുക്ക് അത്ഭുതമായിരിക്കും. ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു അമലുകൾ മുത്തഖീങ്ങളിൽ മാത്രമേ സ്വീകരിക്കൂ. സുബ്ഹാനല്ലാഹ്. അത് കേൾക്കുമ്പോ ബേജാറായി പോവില്ലേ? ആക്ച്വലി നമ്മളൊക്കെ മുത്തഖീങ്ങളാണോ? മുത്തഖീങ്ങളല്ല അല്ലെ. നമ്മൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾ അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. പക്ഷെ അത് കേൾക്കുമ്പോ, ഈ ഒരു വചനം കേൾക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ബേജാറാ. പഠിച്ചോനെ റബ്ബേ, ഞാൻ മുത്തഖിയാണോ? മുത്തഖി അല്ലെങ്കിൽ എൻ്റെ അമലുകളൊക്കെ സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള ഒരു ഭയമാണ്. ആ ഒരു ഭയം നമുക്കെല്ലാം നമ്മുടെ ഉള്ളിലൊക്കെ വേണം അല്ലെ. മീസാനെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത് കേൾക്കുക. വൽ വസ്ന യൗമഇദിനിൽ ഹഖ് അല്ലെ. അതായത് തുലാസ് എന്നിട്ടുള്ളത് അന്നത്തെ ദിവസം അത് സത്യമാണ്. വമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തുലാസിൽ ഭാരം കൂടിയോ അവൻ വിജയിച്ചിരിക്കുന്നു. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു. ആരുടെ തുലാസിൽ ഭാരം കുറഞ്ഞുവോ അവൻ നഷ്ടക്കാട്ടിൽ പെട്ടുപോകും. അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങളുടെ അക്രമങ്ങളുടെ പ്രതിഫലം അവന് തന്നെ ലഭിക്കൂലേ? പേടിയാണ്. അതല്ല. വൽ വദ്നു യൗമഇദിനിൽ ഹഖ്. അന്നത്തെ ദിവസം സത്യമായിരിക്കും. തൂക്കി കണക്കാക്കുന്ന തുലാസും സത്യമായിരിക്കും. നീതിപൂർണമായ തുലാസുകൾ വെച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം അമലുകൾ തൂക്കി കണക്കാക്കപ്പെടുക. ഹാവ് യു എവർ തിങ്ക് അബൌട്ട് മീസാൻ? നിങ്ങൾ എപ്പോഴെങ്കിലും മീസാനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളോ? സുബ്ഹാനല്ലാഹ്. ഈ മീസാൻ എന്ന് പറയുന്നത് ഭൂമികൾ തൂക്കപ്പെടാൻ മാത്രം പര്യാപ്തമാണ്. നമുക്കറിയാം, പൊന്നോ അതെല്ലാം അരിയോ മുളകോ പുളിയോ അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് തൂക്കാം. പക്ഷെ നമുക്ക് സൽസ്വഭാവം തൂക്കാൻ പറ്റുമോ? നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു ഫിത്തിന പറഞ്ഞു, അത് നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ചു, അത് നമുക്ക് തൂക്കാൻ പറ്റുമോ? നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒരുപാട് പൈസകൾ മോഷ്ടിച്ചെടുത്ത് നമുക്കത് തൂക്കാൻ പറ്റുമോ അല്ലെ? അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അള്ളാഹുവിന്റെ മീസാനിൽ ഭാരത്തിന് വിധേയമായിരിക്കും. അതാണ് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ തുലാസായിരിക്കും അള്ളാഹു താല അന്നേരം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അതായത് ഈ തുലാസുകളിൽ ഭാരം തൂകുന്ന അമലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാണ് അല്ലെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ ചില പ്രത്യേകതകളിൽ പെട്ടതാണ്. ചില സ്ഥലത്തിന്, ചില ആളുകൾക്ക്, ചില ദിവസങ്ങൾക്ക്, ചില സമയങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക കൽപ്പിക്കൽ അല്ലെ. അത്തരത്തിലുള്ള ഒരു മഹത്തായ പ്രത്യേകതയാണ് ദുൽഹിജ്ജ 10 ദിവസത്തിന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യഗ്നി അയ്യാമുൽ അശ്ർ. അതായത് ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളെക്കാൾ ദുൽഹജ്ജ് 10 ദിവസത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസങ്ങളും ഇല്ലെന്ന് ഇഷ്ടം. അത്രക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മങ്ങളും ഇല്ലെന്ന് അബൂദാവൂദ് അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ് ഇത് അല്ലേ. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജ 10. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ദുൽഹിജ്ജ മാസം ആകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ ദിവസത്തിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുത്ത് പെണ്ണുങ്ങളൊക്കെ എല്ലാ ജോലികളും തീർത്ത് വെച്ച് അവരിതിലെ നിരതരായിക്കൊണ്ട് തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളും ഷോപ്പിങ്ങും പെരുന്നാളായിരിക്കുമല്ലോ, അതൊക്കെ നിർത്തി വെച്ചുകൊണ്ട് വരും അമലും നിസ്കാരവും. അതിനു വേണ്ടിയിട്ട് അവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുത്തുമായിരുന്നു. അപ്പോൾ അള്ളാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിന്റെ കൈ നിറഞ്ഞിരിക്കുന്നു, രാപ്പകലില്ലാണ്ട്
ചെലവഴിച്ചാലും അത് കുറയുകയില്ല. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു ധനം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു. ശരിയെന്നല്ലേ? എത്രമാതിരി പൈസ ആദം നബി എന്നറിയുന്നത് ഒരാളായിരുന്നു അല്ലെ. ആദം നബിക്ക് കൊടുത്തോണാണ് ഇപ്പൊ ആളുകളായി പൈസ. നമുക്കറിയാം യൂസുഫ് അലിന്റെ ആയാലും അംബാനിന്റെ ആയാലും പിന്നെ വേറെ അങ്ങനെ പല പല ലോകത്തിലെ കോടീശ്വരന്മാരെ കയ്യിലൊക്കെ ഒരുപാട് പൈസ ഉണ്ട്. അതുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് ഇല്ലാണ്ടാവുന്നു ഇല്ല. അള്ളാഹു പിന്നെയും 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 കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. എന്നിട്ടും അവന്റെ കയ്യിലുള്ളത് തീരുന്നില്ല. അവന്റെ അർഷ്, അള്ളാഹുവിന്റെ അർഷ് എന്ന് പറയുന്നത് ഏഴാൻ ആകാശത്തിന്റെ മുകളിൽ, സ്വർഗത്തിന്റെ മുകളിൽ, അതിന്റെ മേലെ വെള്ളത്തിലാണ് അർഷുള്ളത്. അവന്റെ ഒരു കൈ ആളുകൾക്ക് ധനം കൊടുത്തു, മറ്റൊരു കയ്യിൽ മീസാനുമുണ്ട് അല്ലെ. അവൻ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ഇഹലോകത്ത് ഭാരവും വലിപ്പമുള്ള ആളുകൾ, നമുക്കറിയാം ചില ആളുകളൊക്കെ ഭയങ്കര കതറ് കുപ്പായും വെള്ള തുണിയൊക്കെ ഇട്ട് ബെൻസ് കാറിലൊക്കെ ഇറങ്ങി വരുമ്പോ നമുക്ക് അവരെ കാണാൻ ഭയങ്കര ലുക്കായിരിക്കില്ലേ. അലക്കി തേച്ച് മൈദ സ്റ്റിഫ് ചെയ്ത വെള്ള ഷർട്ടും അതിനകത്തെ തുണിയും ഒക്കെ ഉടുത്ത് വരുമ്പോ അവരെ കാണാൻ ഭയങ്കര ലുക്കായിരിക്കും. അവർ ആള് കാണൊക്കെ ഒരുപാട് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലെ. അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ അടുത്ത് മീസാനിൽ കനം തൂങ്ങുന്ന അമലുകൾ എന്ന് പറയുന്നത് ആരൊരുവൻ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അത് അവന് കാണുന്നതാണ്. ഇത് ഏത് ചെറിയ കുട്ടികൾക്കും മനഃപ്പാഠമായ ഒരു ആയത്താണ് അല്ലെ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്ത്, അത് ഞാൻ എനിക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. മിസ്കാല ദർറ എന്ന് പറഞ്ഞാൽ ഒരു ഈച്ചയുടെ ചിറകിന്റെ അത്ര പോലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണും, അല്ല ഷെറ് ചെയ്താണെങ്കിൽ അതും കാണും. ഒന്നും കാണാണ്ട് പോവുക ഇല്ല അല്ലെ. അപ്പൊ ഖുർആൻ ഇൻഡിക്കേഷൻസ് കുറച്ച് മാത്രം കാര്യങ്ങളെ ഖുർആൻ നമുക്ക് കാട്ടി തരുന്നുള്ളൂ. ബാക്കി ഡെഫിനിഷൻ മുഴുവൻ ഹദീസ് മുഖാന്തരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ ഒരുപാട് അമലുകൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു ആകാശഭൂമികളുടെ അത്രയും വെയിറ്റുള്ള അമലുകളായിട്ട് വരുമെന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, ആർക്കാണ് പഠിച്ചോനെ ഇത്രയും ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കോ എന്നില്ലേ. എൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു എൻ്റെ ആകാശഭൂമികളോളം ഇബാദത്തുമായി വരും എന്ന് പറഞ്ഞപ്പോൾ പറയും ചില ആളുകൾ അങ്ങനെ അള്ളാഹിനെ കണ്ടുമുട്ടും. ഞാൻ പറഞ്ഞല്ലോ ബെൻസ് കാറിലും ഭയങ്കര പത്രാസിലൊക്കെ ആയിരിക്കും വരിക. പക്ഷെ അവർ അള്ളാഹു വിചാരിച്ചാൽ ഞാൻ എന്നെ വേണ്ട വിധത്തിൽ ആരാധിച്ചില്ല എന്ന് പറഞ്ഞ് അവർക്ക് അള്ളാഹു നല്ല പദവികളോ സ്ഥാനമാനങ്ങളോ ഒന്നും നാളെ പരലോകത്ത് കൊടുക്കുകയില്ല അല്ലെ. പിന്നെ ഒരു പ്രത്യേകത നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യം കൂടെ ഇതിൽ ചേർത്ത് പറയുകയാണ്. മലക്കുകളുടെ ഇബാദത്തുകളെ കവച്ചു വെക്കുന്ന സൃഷ്ടികൾ അള്ളാഹുവിന്റെ മനുഷ്യരിലുണ്ട് അല്ലെ. ചില ആളുകളുണ്ട് മലക്കുകൾ ചെയ്യുന്നതിനേക്കാളും അമലുകളായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടുന്ന ആളുകൾ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ മഹനീയ പ്രതിഫലം ലഭിക്കുന്നതായി തീരട്ടെ. ഇന്നത്തെ ഈ മജ്‌ലിസിന്റെ പ്രത്യേകത കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പിന്നെ 3 സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നമ്മൾ വേറെ ആരെക്കുറിച്ചും ചിന്തിക്കുകയില്ലെന്ന് അല്ലെ. അത് ഏതെല്ലാം സമയം നോക്കാം. ഒന്ന്, മീസാന്റെ അടുത്ത് നിൽക്കുന്ന സമയം അല്ലെ. നമ്മുടെ തുലാസ് എടുത്ത് തൂക്കുമ്പോൾ തുലാസിൽ അമല് കുറഞ്ഞു പോയാൽ നമ്മളെ ഭർത്താവോ ഉപ്പയൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒരാരും നമ്മളെ അടുത്ത് നിൽക്കൂല. ബിക്കോസ് ഓല അമലറ്റ നമുക്ക് തരേണ്ടി വരുമെന്ന് വിചാരിച്ച് ഓല് മാറിക്കളയും അല്ലെ. രണ്ടാമത്തത് ഇടത് കയ്യിലോ ഗ്രന്ഥം കിട്ടുക നമ്മൾ ബേജാറായി നിൽക്കുന്ന സമയം അല്ലെ. മൂന്നാമത്തെ സിറാത്തിനടുത്ത് നിൽക്കുന്ന സമയം. നമ്മൾ ഇപ്പൊ സിറാത്തമ്മ കൂടെ ഭയങ്കര എളുപ്പത്തിൽ അതിവേഗതയുള്ള കുതിരയെ പോലെ കാറ്റിന്റെ വേഗതയിൽ ഓടി പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ആരെങ്കിലും ഉണ്ട് ഭയങ്കര പ്രയാസപ്പെട്ട് ഇതില് സിറാത്ത് പാലത്തൊന്ന് വികാൻ പോണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഓലെ കൈ ഇടിക്കോ ഇല്ല, നമ്മൾ ഓടിക്കളയും. നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിൽ കൈ പിടിച്ചിട്ടോ എന്തെങ്കിലും കാട്ടിയിട്ടൊക്കെ ഓലെ രക്ഷപ്പെടുത്തി കൊടുക്കൂലേ. പക്ഷെ അവിടെ എത്തിയാൽ 3 അവസരങ്ങളിൽ നമ്മൾ ഒരാളെയും കാത്തുക്കൂല അല്ലെ. എന്താ കയ്യിൽ കെട്ടുന്ന സമയം, മീസാനിലെടുത്ത സമയം, പിന്നെ സിറാത്തിന് അടുത്തെത്തുന്ന സമയം. അടിച്ചോൻ കാക്കട്ടെ. ആ സമയത്തിലൊക്കെ നമ്മൾ നമുക്ക് വേണ്ട അമലുകളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ അടുത്തതായിട്ട്
അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നീ അനീതിക്ക് വിധേയമാകുകയില്ല. അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്. ഈ ഹദീസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കുകയും വേണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലയഅതി റജുലുൽ അളീമസ് സമീനു യൗമൽ ഖിയാമത്തി ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഖൂലത്തിൻ വഖാല ഇഖ്റഉ ഫലാ നുഖിമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അതായത് ചില ആളുകളെ കൊണ്ടുവരപ്പെടും, തടിച്ച് വലിയ കൂറ്റന്മാര്, വലിയ തറവാടും പൈസയും കാറും ഒക്കെ ഉള്ളവര്. അവർക്കൊരു ഈച്ചയുടെ കൊതുകിന്റെ വില പോലും അവർക്ക് കൊതുകിന്റെ വിലയല്ല, കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഉണ്ടാവുകയില്ല. മാതല്ല, നമ്മളൊക്കെ നല്ല ഭാരമേറിയ അമലുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ അല്ലെ. നമ്മുടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരാണ് അത്രേ അവർ. അതിനാൽ അവർ നാളിൽ അവർക്കൊരു യാതൊരു അതൊന്നും തന്നെ അള്ളാഹുവിന്റെ നരകത്തിനെ കുറിച്ചോ സ്വർഗത്തിനെ കുറിച്ചോ അന്ത്യനാളിനെ കുറിച്ചോ വിചാരണയെ കുറിച്ചോ ഒന്നും പറഞ്ഞാൽ അതൊന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഇല്ലാത്തത്, അല്ലെ, ഒരു ഷെയർ കിട്ടാഞ്ഞത്. അപ്രകാരം സൽക്കർമ്മികളായ വിശ്വാസികൾ അവർ പരലോകത്ത് എത്ര മെലിഞ്ഞവരാണെങ്കിലും മീസാനിൽ കനം തൂങ്ങി. അപ്പൊ നമ്മളെ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും മീസാനിൽ കനം തൂങ്ങൽ, അല്ലേ. ഒരിക്കൽ നേർത്തു വലിഞ്ഞ അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു കാറ്റടിപ്പിച്ചപ്പോൾ മരക്കൊമ്പിൽ നിന്ന് അദ്ദേഹം ആടി ഉലഞ്ഞു. അപ്പോൾ സഹാബാക്കൾ കളിയാക്കി ചിരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, അദ്ദേഹത്തിന്റെ കാലുകൾ മീസാനിൽ ഉഹദ് പർവ്വതത്തെക്കാൾ ഭാരമുണ്ടായിരിക്കും, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കാണ് മീസാനിൽ ഭാരം കൂടുക എന്ന് വെച്ചാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നതിനും ആയിരിക്കും. കർമ്മങ്ങൾ തൂക്കി കണക്കാക്കപ്പെടുമ്പോൾ നന്മയുടെ തുലാസ് കനം കൂടാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നാം അറിഞ്ഞിരിക്കണം, അല്ലെ. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് എന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹു ശരിയാക്കുക, അല്ലെ. നമ്മളെ ശിർക്കില്ലാത്ത പ്രവർത്തനങ്ങൾ ആയിരിക്കണം, അല്ലെ. നമ്മൾ അള്ളാഹു ഉണ്ടെന്ന് അറിയുന്ന അള്ളാഹുമായിട്ട് സുജൂദ് ചെയ്യും, റുക്കൂ ചെയ്യും. പക്ഷെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കും, അവർക്ക് നേർച്ചകൾ അർപ്പിക്കും, അവരോട് ദുആ ചെയ്യും. അങ്ങനൊക്കെ ചെയ്താൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് ഒരു വിലയുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ മീസാനിൽ ഏറ്റവും കനം കൂടുന്ന എന്താന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തല്ല. കലിമത്ത് മാത്രമല്ല, കലിമത്ത് എന്ന് പറയുന്നത് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിരിക്കും, അല്ലെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തത്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്, അദ്ദേഹത്തിന്റെ വിചാരണ നടക്കുകയാണ്, അല്ലെ. അദ്ദേഹം 99 വലിയ ഗ്രന്ഥങ്ങൾ നൽകുന്നു. ഓരോ ഗ്രന്ഥങ്ങളും കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്നു, അല്ലെ. അൻ അബ്ദുല്ലാഹിബിന് ഉമർബിന് ആസ് റളിയല്ലാഹു അൻഹു ഖാല ഇന്നല്ലാഹ സയഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റഊസിൽ ഖലായികി യൗമൽ ഖിയാമത്തി ഫയൻഷുറു അലൈഹി 99 സിജീലൻ. ഫയൻഷുറു എന്ന് പറഞ്ഞാൽ നിവർക്കപ്പെട്ടിരിക്കുന്നു. 99 എന്ന് പറഞ്ഞാൽ 99ഓളം വലിയ ഗ്രന്ഥങ്ങളുമായിട്ട് ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുമ്പോ അള്ളാഹു ചോദിക്കും, എന്താണ് ഒരുപാട് തെറ്റുള്ള അയാളത് 99 കുറ്റങ്ങളുള്ള ഗ്രന്ഥം. അപ്പൊ അള്ളാഹു ചോദിക്കും, ഞാൻ ഈ കാണിച്ചു തന്ന ഗ്രന്ഥത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളും ഒഴിവ് കഴിവുകളും പറയാനുണ്ടോ? എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾ നിന്റെ ഗ്രന്ഥത്തിൽ വല്ലതും വേണ്ടാത്തത് എഴുതി പിടിപ്പിച്ചോ? ഒക്കെ ശരി തന്നെയാണോ? നീ നോക്ക്, നീ എഴുതിയതന്നെ. അപ്പൊ അയാള് പറയൂ, ഇല്ല അള്ളാഹുവേ, ഇതൊക്കെ ഞാൻ ചെയ്ത പാവങ്ങൾ എന്നാണ്, ഇതിൽ ഒരു മലക്കുകളായിട്ടൊന്നും ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല. അപ്പൊ അള്ളാഹു ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, ഒക്കെ ഞാൻ ചെയ്ത കുറ്റങ്ങൾ തന്നെയാണ്. അള്ളാഹിന്റെ കിതാബ് ഗ്രന്ഥം വന്നാൽ അങ്ങനാണല്ലോ. അയാൾ ബേജാറായി നിൽക്കുമ്പോ അള്ളാഹു പറയാണ്, എന്നാല് എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്, ഒരു കാർഡ് ഉണ്ട്, ഞാൻ എടുക്കട്ടെ. ആ കാർഡിൽ അൽ ബിത്താഖത്ത് ഫലാ യദ്ഖുലു മാ ഇസ്മില്ലാഹി ഷൈഅ. അള്ളാഹു പറയാണ്, ഒരു കാർഡ് എടുക്കട്ടെ. അപ്പൊ ആ മനുഷ്യൻ ചോദിക്കുക, അള്ളാഹുവെ, കാർഡ് എന്ന് പറഞ്ഞ അറബിയിൽ വിത്വാന എന്നാ പറയട്ടോ. ഈ വിത്വാന ഇതിലെങ്ങനെ ബിത്താഖ ഇതില് എങ്ങനെ വില പോകാനാണ്? ഇത്രയും പാപങ്ങൾ ചെയ്തിട്ട് അയാളെ തുലാസ് അങ്ങനെ താണു പോയിക്കിരി. ഈ ഒരു കാർഡ് ഇട്ടാൽ തുലാസ് എങ്ങനെ പൊന്താനാണെന്ന്, അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങള് എന്താ പറയാ,
പിന്നെ ബിത്തോക്ക് അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ള ആ കാർഡ് അതിലെന്താ എഴുതിയെന്ന് അറിയാം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് എഴുതി. എപ്പോഴും അയാൾ ചൊല്ലിയിട്ടുള്ള കലിമ ഷഹാദത്താണ് കേട്ടോ. അയാൾ നല്ല വിശ്വാസിയായിരുന്നു, അയാൾ ഈമാനുള്ള മനുഷ്യനായിരുന്നു, ശിർക്കൊന്നും ചെയ്യാത്ത ആളായിരുന്നു തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ ആ ഇത് ഷഹാദത്ത് കലിമ ഇട്ടപ്പോള് ഈ മറ്റേ തുലാസ് ഉണ്ടല്ലോ 99 ഏടിന്റെ തുലാസ് അങ്ങ് പൊന്തി പോയാല്, ഷഹാദത്ത് കലിമന്റെ തുലാസ് താണും പോയാല് അങ്ങനെ അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പറയാൻ സാധിച്ചുള്ളത്. അപ്പൊ സത്യവിശ്വാസികളായ മുഅ്മിനുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന കലിമക്ക് ഭയങ്കരമായ പ്രതിഫലമുണ്ട്. രണ്ട് പോസിറ്റീവ് സൈഡാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നു. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മളെ തുലാസിൽ കനം തൂങ്ങുന്നു. നമ്മളിപ്പോ ഒരുപാട് തെറ്റ് ചെയ്ത് അള്ളാനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഈ ഒരു ഷഹാദത്ത് കലിമ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തുലാസ് മറ്റേ തുലാസ് ഭയങ്കര കനായിട്ട്, നന്മയുടെ തുലാസ് കനമായിട്ട് താണു പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദുആ എപ്പോഴും ചെല്ലുക. പിന്നെ നിങ്ങൾക്ക് അറിയാലല്ലേ, നമ്മൾ ഉളു എടുക്കുമ്പോൾ ചെല്ലുന്ന ദുആ ഇല്ലേ, അതെല്ലാവർക്കും അറിയില്ലേ? ആ ദുആ എന്താണ്? ഈ പറഞ്ഞ പോലെ നല്ല ദുആയാണ്. ആ ദുആക്ക് അതും ഒരു ഷഹാദത്ത് കലിമ തന്നെയാണല്ലോ അല്ലെ? അപ്പൊ ഷഹാദത്ത് കലിമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഇത്രമാത്രം പ്രതിഫലമുണ്ട്. ഞാനൊക്കെ രാവിലെ എണീറ്റ ഒരുപാട് ഈ ഷഹാദത്ത് കലിമ ഒരുപാട് ചെല്ലാറുണ്ട്. അതും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചെല്ലും. കാരണം നാളെ പരലോകത്ത് വെച്ച് വല്ല മീസാനിലും വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മാത്രം ഇത് പര്യാപ്തമാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ പല വിഷയങ്ങളെ കുറിച്ചിട്ടും, സത്യസന്ധതയെ കുറിച്ചിട്ടും, സൽസ്വഭാവത്തെ കുറിച്ചിട്ടും, പിന്നെ നോമ്പിന്റെ കാര്യങ്ങളും, സുന്നത്ത് നോമ്പ് നോക്കുന്നതിനും, പല ദുആകളും പല ദിക്റുകളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതാണ്. ആ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾക്ക് പല വിഷയങ്ങളെ കുറിച്ചിട്ടും, തഹജ്ജുദിനെ കുറിച്ചും തഹജ്ജുദിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറ്റും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഇവരെ കയ്യിൽ കൊടുത്തോളാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിൽ കണ്ടില്ല ഒരുപാട് പദവികൾ ഉയർന്നു പോണത് അല്ലെ? നമുക്ക് സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന പദവികൾ എത്താനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു നബിനെ മടിയിൽ വെച്ച് നബി ഉറങ്ങിപ്പോയി. നബി ഉറങ്ങിപ്പോയപ്പോൾ ആയിഷ റളിയല്ലാഹു ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. കരഞ്ഞ് കണ്ണീര് ഒലിച്ചിറങ്ങി നബിന്റെ മുഖത്ത് കവിളത്ത് വീണപ്പോൾ നബി ഉണർന്നു. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആയിഷ നിങ്ങൾ കരയുന്നത്? അപ്പൊ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അന്ത്യനാളിൽ അങ്ങ് ഭാര്യമാരെ ഓർക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. 3 സ്ഥലങ്ങളിൽ ഞാൻ ഓർക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിമാരെ ഓർക്കുകയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിച്ചോ നമ്മളെ ഭർത്താക്കന്മാരെ നമ്മൾ ഓർക്കുമെന്ന്? ഒരിക്കലും ഇല്ലല്ലോ. നോ നെവർ അല്ലേ? അതായത് സ്വന്തം ശരീരത്തെ അല്ലാണ്ട് 3 അവസരങ്ങളിൽ ഓർക്കുകയില്ല. ഒന്നെന്താണ്? മീസാൻ. നിങ്ങളൊന്ന് ഓർമ്മിച്ച് പറഞ്ഞു നോക്കി. ഒന്ന് മീസാൻ, രണ്ടാമത്തത് ഗന്ധം വലത് കൈയിലോ ഇടത് കൈയിലോ ലഭിക്കുമ്പോൾ, 4 സിറാത്ത് പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. ഈ 3 അവസരത്തിലും യാ നഫ്സി യാ നഫ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടമാണ് അല്ലെ? പിന്നെ ദുനിയാവ് വളരെ നല്ല കൃഷി ഇടമാണ്. ഇവിടെ നല്ല കൃഷി ഉണ്ടാക്കി ഇവിടെ നല്ല വിളവെടുക്കുകയാണെങ്കിൽ നമുക്ക് പരലോകത്തെ വിചാരണയും സ്വർഗവും എല്ലാം നമുക്ക് വളരെ ഈസി ആൻഡ് സ്മൂത്ത് ആയിരിക്കും അല്ലെ? ഇവിടുത്തെ എന്താണ് കർമ്മങ്ങൾ വളരെ സത്യസന്ധമായും വളരെ നന്നായും മഹത്തരമായും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ഉദാഹരണമായിട്ട് ഒരു കുതിരയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന്, അങ്ങനെ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, യുദ്ധത്തിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ അതിന്റെ ഭക്ഷണവും വെള്ളവും കാഷ്ടവും മൂത്രവും എല്ലാം അവന്റെ തുലാസിൽ നന്മയായിട്ട് വരുന്നതാണ്. പിന്നെ തുലാസിൽ നന്മ തൂകുന്ന ഒരുപാട് വലിയ വലിയ കർമ്മങ്ങളൊന്നല്ല ഞാനിവിടെ പറയാൻ പോണത്. നിങ്ങൾ വലിയ കുട്ടികളെ കെട്ടിക്കാനോ മദ്രസ തുടങ്ങാനോ അങ്ങനത്തെ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ദിക്റുകളെ കൊണ്ട് നമുക്ക് അങ്ങനെ സ്വർഗത്തിൽ ഉന്നത പദവികൾ നേടാമെന്നതിനെ കുറിച്ചാണ്. അതൊക്കെ ചെയ്താൽ അതിന്റെ പ്രതിഫലം ഉണ്ട് കേട്ടോ, അതില്ല എന്നല്ല പറയുന്നത്. നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ പ്രതിഫലം നേടാം? ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഭൂമി മുഴുവൻ ഒരു വട്ടത്തിലാക്കിയിട്ട് അതിന്റെ മേലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വെക്കുകയാണെങ്കിൽ ഭൂമി ചതങ്ങി പോകുന്ന പറയുന്നത്.
ഒന്നത്. രണ്ടാമത്തെ ഞാനീ പറഞ്ഞല്ലോ, നമ്മളൊരു പ്രസംഗ പരിശീലന കോഴ്സ് തുടങ്ങുന്നുണ്ട്. അതിൽ ആർക്കെങ്കിലും പ്രസംഗിക്കാൻ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ എൻ്റെ കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പ്രസംഗിക്കാൻ അവരുടെ പേര് മറന്നുപോയി. എല്ലാ നാട്ടിലും കേരളത്തിലും ഗൾഫിലൊക്കെ ഉള്ള കുറേ ലേഡീസ് ബാച്ചിൽ ജോയിൻ ആയിട്ടുണ്ട്. എന്നിട്ട് പ്രസംഗിക്കാൻ പഠിച്ചിട്ട് അവരൊക്കെ അവരുടെ നാട്ടിൽ ക്ലാസ്സുകൾ എടുക്കുന്നുമുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളെ കുട്ടികൾക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിലെല്ലാ ഡീറ്റെയിലും ഉണ്ടാവും, നിങ്ങൾക്ക് ചേരാം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ മുഴുവനും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല സൽക്കർമ്മങ്ങളെ കുറിച്ചാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ പദവികൾ ഉണ്ടായിരിക്കും അല്ലേ. അതിന് ഞാൻ എഴുതിയിട്ടുള്ള ബുക്കാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ഈ ഒരു ബുക്ക് മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഏകദേശം 10-12 പുസ്തകങ്ങൾ. അതിൽ തഹജ്ജുദിലെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ ബുക്ക് ഹജ്ജിനും ഉംറക്കൊക്കെ പോണവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. നാട്ടിലും തഹജ്ജുദ് നിസ്കരിച്ചിരുന്നാൽ നമ്മൾ ആലോചിച്ചുണ്ടാക്കേണ്ട നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ, പൂർവ്വപിതാക്കൾക്കും മാതാക്കൾക്കും നമ്മുടെ മക്കൾക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കും നരേന്ദ്രമോദി ഗവൺമെന്റിനും നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, വായു, വെള്ളം, ഓക്സിജൻ എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇതിലുണ്ട്. അത്രയ്ക്ക് ദുആസമ്പുഷ്ടമായ മലയാള ദുആകൾ അടങ്ങുന്ന ഒരു ബുക്കാണ്. കേരളത്തിൽ എവിടെയും ഒരു ബുക്ക് പോകുന്നതിന് 60 റുപ്യ കൊറിയർ ചാർജേ ഉള്ളൂ. പക്ഷെ കുറെ ബുക്ക് ഉണ്ടെങ്കിൽ അതിലധികം വരും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി കേട്ടോ, ഇൻഷാ അല്ലാഹ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഏറ്റവും ഭാരമേറിയ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞല്ലോ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ഒരു ചെറിയ കുഞ്ഞു ദിക്ർ. അത് ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഉരുവിട്ടാൽ 100 നന്മകൾ എഴുതപ്പെടും, 100 തിന്മകൾ മായ്ച്ചു കളയും. ആ ദിവസത്തിൽ പ്രദോഷം വരെ പിശാചിൽ നിന്ന് കാവല് ലഭിച്ചാൽ തന്നെ വലിയ മഹത്താണ് അല്ലേ. പിന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ, അത് ഒരുപാട് ഭാരമേറിയ, അള്ളാഹുവിന്റെ അടുത്ത് ഭാരമേറിയ ദിക്റാണ്. 4 വചനങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ സുബഹി നിസ്കരിച്ച് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴും ജുബൈരിയ റളിയല്ലാഹു അൻഹ ഇങ്ങനെ മുസല്ലയിൽ ഇരുന്ന് ദിക്ർ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നബി പറഞ്ഞു, ജുബൈരിയ, നിങ്ങൾ ഈ ചെയ്ത അമലുകളെക്കാൾ ഭാരമേറിയ ഒരു അമലിനുള്ള ഒരു ദിക്ർ എനിക്കറിയാം, അത് ചൊല്ലിക്കഴിഞ്ഞ എത്രയും നിങ്ങളെക്കാൾ കൂലി എനിക്കായിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജുബൈരിയ റളിയല്ലാഹു ചോദിച്ചു, നബിയെ, ആ ദിക്ർ ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരാമോ? നിങ്ങൾക്കറിയോ, നിങ്ങൾ എല്ലാവരും ചെല്ലുന്ന ഒരു ചെറിയ കുഞ്ഞു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിള നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി എന്നല്ലേ. നമ്മൾ ദിവസവും രാവിലെ 3 പ്രാവശ്യം ഓതാറുണ്ട്. പക്ഷെ അത് 3 ഒന്നും ആക്കണ്ട, ഒരുപാട് ചൊല്ലിക്കഴിഞ്ഞ ഒരുപാട് പ്രതിഫലമുള്ള ദിക്റാണ്. അപ്പോൾ അത് നല്ല പ്രതിഫലമുള്ള ദിക്ർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാത്ത സമയങ്ങളിലും ചെല്ലാവുന്നതാണ്. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് അത് സൃഷ്ടികളുടെ ഒരു പ്രാർത്ഥനയാണ് അല്ലേ. അതെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മീസാനിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി ദഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇല റഹ്മാനി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നാവിന് ഏറ്റവും എളുപ്പമായതും മീസാനിൽ കനം തൂകുന്നതുമായ 2 വചനങ്ങളാണ്. അത് എളുപ്പമാണ് ചെല്ലാൻ. അപ്പൊ അതും ഇതുപോലെ മഹത്തായ വാക്കുകളാണ്. അപ്പൊ നമ്മൾ ദിക്ർ ചെല്ലുമ്പോൾ കുറെ ചെല്ലുന്നുണ്ടാവും, പക്ഷെ അർത്ഥവും മഹത്വവും ഒന്നും മനസ്സിലാക്കാതെ ചെല്ലരുത്. ബുഖാരി മുസ്ലിം പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ള ദിക്റും ഏറെ ഭാരമുള്ളതും അള്ളാഹുവിന് പ്രിയങ്കരവുമാണെന്ന്. പിന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന 4 വാക്കുകളാണ്. 4 ചെറിയ ദിക്റുകളാണ്. ആ ദിക്റിന്റെ പ്രാധാന്യം, അത് ഏതുകൊണ്ട് ഏതുകൊണ്ട് തുടങ്ങിയാലും അള്ളാഹുവിന് ഇഷ്ടമാണ്. അതിന്റെ തന്നെ സ്പെഷ്യൽ മഹത്വം നോക്കുക. അൻ അബി മാലിക്കിൻ അശ്ശരി റളിയല്ലാഹു പറയുന്നു, ഷത്റുൽ ഈമാൻ, ശുദ്ധി അത്തഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം?
തൊഹൂറുമാണ്, വൃത്തിശുദ്ധിയുള്ളവരായിരിക്കണം അല്ലെ. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് മീസാനിനെ നിറക്കുന്നു എന്നാ പറയുന്നത്. അതായത് നമ്മള് അൽഹംദുലില്ലാ, നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി, അതല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷയിൽ എൻട്രൻസിൽ എക്സാമിൽ കിട്ടി, അല്ലെങ്കിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ വീട് പണി തീർന്നു, അല്ലെങ്കിൽ കുട്ടികളെ കല്യാണം ശരിയായി, അങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അൽഹംദുലില്ലാന്ന് ഒന്ന് മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ അത് മീസാനിനെ നിറക്കുന്നു. അതിനോടൊപ്പം സുബ്ഹാനല്ലാഹ് പറയുകയാണെങ്കിൽ സമാവാതി വല്ലാർദ്, ആകാശഭൂമികളിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിറയും. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അത് ഓർമ്മിച്ച് തന്നെ പറയണം. ഇപ്പൊ നമ്മളൊരു വഴിയെ പോവാ, നമ്മളെ കുട്ടികളെ കൈ പിടിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ നിന്ന് കുട്ടികൾ കൈ തെറിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ടാലും ഇന്നാലില്ലാഹി ഓതും പോലെ തന്നെ നമ്മൾ എന്താക്കണം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാന്ന് വളരെ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് ആകാശഭൂമികൾ നിറക്കും, മീസാൻ നിറക്കും. അപ്പൊ ആ ഒരു അൽഹംദുലില്ലക്ക് തന്നെ ഇത്രയേറെ പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. കാരണം നമ്മൾ അൽഹംദുലില്ലാ 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 നമ്മൾ പറഞ്ഞ അൽഹംദുലില്ലാ ആവും അല്ലെ. അങ്ങനെയല്ല, വളരെ എന്താ പറയുന്ന അള്ളഹാനോടൊരു ഇഷ്ടം കൊണ്ട് പറയുന്ന ഒരു വാക്കായിക്കൊണ്ട് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് പറഞ്ഞാല് ആകാശഭൂമി നിറച്ചും നന്മായിട്ട് വരും, മീസാൻ നിറച്ചിട്ടും നന്മായിട്ട് വരും അല്ലെ. അതൊരു നല്ല അറിവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതിനിപ്പോ വീഡിയോ ക്ലാസ് ആയിട്ട് കിട്ടും, അതെല്ലാം നിങ്ങൾക്ക് ബുക്കായിട്ട് വേണമെങ്കിൽ ഒരു കുടക്കീഴിൽ ഒരുപാട് ദിക്റുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊരു ലേഡീസ് ഒരു ഫോർമാറ്റിലുള്ള ബുക്കാണ്. ലേഡീസിന് അത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പ്രതിഫലം ഏത് സമയത്ത് ചെല്ലണം, ഏത് ദിക്റ് ചെല്ലണം, അത് ആര് റിപ്പോർട്ട് ചെയ്തു, കംപ്ലീറ്റ് കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു പുസ്തകമുണ്ട്. പിന്നെ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ഒരു അമലുണ്ട്. ആർക്കെങ്കിലും അറിയാവോ? വേണേ ഞാൻ ഓണാക്കി തരാം. ആർക്കെങ്കിലും അറിയാവോ? ഒരു സത്യവിശ്വാസിയുടെ ഇതില് ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ഒരു അമല്, വളരെ നിസ്സാരമായ ഒരു അമല. ആർക്കെങ്കിലും അറിയോ? അതിനെക്കുറിച്ച് ഞാൻ അല്ല അത് ദിക്റല്ല, ഇത് ഒരു അമലാണ്. ഏറ്റവും കൂടുതൽ അള്ളാന്റെ അടുത്ത് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാന. ഞാൻ പറയാട്ടോ. ആരാത് പറഞ്ഞേ? നസീമ. നസീമ വെൽ ഡൺ, മാഷാ അല്ലാഹ് നന്നായി. അത് ഭയങ്കര നല്ലതാണ്. ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തെക്കാൾ ഘനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല എന്നാ പറയുന്നത് കേട്ടോ. ഹുസ്നുൽ ഖുൽഖ്. ആ സത്യവിശ്വാസികൾക്ക് അല്ലാണ്ട് അങ്ങനെ പെരുമാറാനും പറ്റൂല അല്ലെ. കാരണം നമ്മളെ ട്രിഗർ ചെയ്യിക്കും, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന പല അവസരങ്ങളും നമ്മൾ കടന്നു പോകും. പക്ഷെ അപ്പോഴൊക്കെ ക്ഷമയോടുകൂടി ചിരിച്ചു നിൽക്കണമെങ്കിൽ, എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതൊരു നല്ലൊരു തഖ്വയും ദീനും തന്നെ വേണം. അതും സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് സത്യവിശ്വാസികൾക്കും സത്യം പറയുന്നവർക്കും. സത്യം പറയുന്നവർക്ക് വേറെ തന്നെ കാറ്റഗറി ഉണ്ട് കേട്ടോ. ഇത് രണ്ടും പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാല് അതിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, പൊതിയ, അങ്ങനെ കണ്ട പണികളൊക്കെ ഉണ്ടല്ലോ. ആ കർമ്മങ്ങൾക്കും അള്ളാഹു ഒരു ഭയങ്കര ഖീറാത്ത് പ്രതിഫലമാണ്. അതായത് ഒരു മയ്യത്ത് നമസ്കരിക്കുകയും അതിനെ കബറടക്കം ചെയ്യുകയും അതിന്റെ കർമ്മങ്ങളൊക്കെ ആണുങ്ങൾക്കല്ലേ പറ്റൂ, അവർക്ക് അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു 2 ഖീറാത്ത് പ്രതിഫലം എന്നാ ചെയ്യുന്നത്. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നത്, യാ റസൂലുള്ളാഹ് മാ ഖീറാത്ത്, എന്താണ് ഖീറാത്ത്? ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖീറാത്ത് എന്ന് വെച്ചാൽ ഒരു ഉഹദ് മലയോളം പ്രതിഫലമാണ് ഖീറാത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോയിട്ട് മയ്യത്ത് നമസ്കരിച്ചാൽ നമുക്ക് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട് അല്ലെ. അപ്പൊ അതും ഇതുപോലെ ഒരു നന്മയുടെ തുലാസിൽ തൂക്കപ്പെടുന്ന ഒരു കർമ്മമാണ്. ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ അതിന് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തിലാണെങ്കിൽ പോയി നിസ്കരിക്കണം. പോയി കണ്ടു പോരലല്ല, നമ്മൾ വീട്ടിൽ നിന്ന് വുളു ഉണ്ടാക്കിയിട്ട് നെയ്യത്ത് വെച്ച് പോകണം. ചിലപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവര് നിസ്കരിക്കേണ്ടെന്ന് പറയും, പള്ളിയിൽ മാത്രമേ നിസ്കാരം പാടുള്ളൂ, പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ ഈ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്, ഇവർ അനുവദിക്കാത്തത് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, പഠിച്ചോനെ റബ്ബേ നീ എന്റെ പ്രതിഫലം തരണം, ഞാനുമായിട്ട് ഈ മയ്യത്ത് എന്തെല്ലാം തരത്തിലെ ഇടപാടുകളുണ്ടോ അതൊക്കെ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്യണേന്ന് ദുആ ചെയ്തിട്ട് വേണം പോരാൻ അല്ലേ.
അതും അതുപോലെ മീസാനിൽ കനം തൂങ്ങുന്ന ഉഹദ് മല എന്ന് പറഞ്ഞാല് ഹജ്ജിന് ഉംറക്കൊക്കെ പോയവര് ഉഹദ് മല കാണാതിരിക്കില്ല. ഉഹദ് മലന്റെ അത്രയും വെയിറ്റ് ഉള്ള ഒരു കർമ്മമാണ്. പിന്നെ മറ്റൊരു കർമ്മം എന്താന്ന് വെച്ചാല് അപ്പൊ ഖിയാമത്ത് നാളിൽ എല്ലാ കർമ്മങ്ങളും മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കി കണക്കാക്കപ്പെടുന്നു. അതിന് ഒരു തുലാസ് ഏർപ്പെടുത്തുമെന്ന് ഖുറാനിലും ഹദീസിലും നമ്മളൊക്കെ കണ്ടു. അപ്പൊ നമുക്കറിയാം, ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ അതും അള്ളാഹു തുലാസിലിടും. ഒരാൾ നമുക്ക് എന്തെങ്കിലും നന്മ പറഞ്ഞാൽ നമുക്ക് അതൊക്കെ തുലാസിലിടാൻ പറ്റും. നമ്മളെ തുലാസിൽ അതൊന്നും പറ്റൂല അല്ലെ. വെയിറ്റ് ഉള്ള സാധനം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ തുലാസിൽ ആകാശം ഭൂമികളും ഇടാം, നന്മകളും ഇടാം, തിന്മകളും ഇടാം. ഒരാളെ കുത്തി ദ്രോഹിച്ചു, ഒരാളെ ചീത്ത പറഞ്ഞു, ഒരാളെ ഇടയിലിട്ട് വഴക്ക് പറഞ്ഞു, അല്ലെ, ഒരാളെ ഇൻസൾട്ട് ചെയ്തു, ഒരാളെ പൈസ മോഷ്ടിച്ചു, എന്ത് ചെയ്താലും എല്ലാ സാധനങ്ങളും അള്ളാഹുവിന്റെ മീസാനിൽ കനം തൂങ്ങുന്നതാണ് അല്ലെ. നമ്മളെ തുലാസായിട്ട് നോക്കുമ്പോൾ ഒരു തരത്തിലും അത് ഒരു ഭാവനയിൽ പോലും നമുക്ക് കാണാൻ പറ്റുകയില്ല. പിന്നെ സിറാത്തിലും മീസാനിലും വിശ്വസിക്കാത്തവർ സത്യവിശ്വാസികളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. മീസാനിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാരും എല്ലാവരും ഒരേ യോജിപ്പാണ്. അങ്ങനെ ഒരു മീസാൻ അതര മുസ്ലിം മത വിശ്വാസികളല്ലാത്തവർ പറയും, നിങ്ങളെ പഠിച്ചോന് വേറെ പണിയൊന്നുമില്ല, നിങ്ങളെ പഠിച്ചോനെ കൊണ്ട് തന്നെ ഞാൻ നല്ലതാണെന്ന് പറയലാണ് പണി. പിന്നെ അങ്ങനെ ഒരു കയ്യിൽ തുലാസുമായിട്ട് നിൽക്കലാണ്, എന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ തൂക്കി കണക്കാക്കുന്ന പഠിച്ചോന്, അങ്ങനൊക്കെ പറഞ്ഞ് പലരും ഇൻസൾട്ട് ചെയ്യുന്ന കാണാം അല്ലെ. പക്ഷെ നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചാലും പ്രയാസപ്പെടുത്തിയാലും നമുക്കാരെങ്കിലും ഒരു നന്മ ചെയ്താലും അതൊക്കെ നമുക്ക് യാമൽ മിസ്കാല ദർറത്തിൻ ഹൈറ ഒക്കെ നമുക്ക് തുലാസിൽ കാണാം അല്ലെ. പിന്നെ പരമകാരുണികന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും മീസാനിൽ ഭാരം തൂങ്ങുന്നതുമായ മറ്റു രണ്ട് വചനങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതിന്റെയൊക്കെ പ്രത്യേകതകളും മഹത്വങ്ങളും ഇതൊന്നല്ല, ഇതിനേക്കാൾ ഒരുപാടുണ്ട്. ഞാൻ ഈ ചുരുങ്ങിയ ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുസ്തകത്തിലൂടെ സ്ഥിരമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അങ്ങനെ അന്ത്യനാളിൽ മീസാൻ സ്ഥാപിക്കുമെന്നും അതിൽ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിയവനും ദീനിൽ നിന്ന് പുറത്തുമാണ് അല്ലെ. അതായത് മീസാനിനെ ധിക്കരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിന് സമമാണ്. നമ്മൾ എത്ര വലിയ പണക്കാരനായിട്ടും എത്ര വലിയ ഖദറിന്റെ ഷർട്ട് ഇട്ടിട്ടും ബെൻസ് കാറിലൊന്നും പോയിട്ട് യാത്ര ചെയ്തിട്ടും ഭംഗി ഉണ്ടായിട്ടും തടി ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല അല്ലെ. അതായത് മീസാൻ എന്ന് പറയുന്നത്, മീസാനെ നമ്മൾ വിശ്വസിക്കുക, അതിനനുസരിച്ച് നമ്മളെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും വേണം. അതിന് യൗമ ഇതിനിൽ ഹക്ക്, അന്നത്തെ മീസാനും തൂക്കി കണക്കാക്കലും സത്യമായിരിക്കും. മവാസീനുഹു, ആരുടെ ബാങ്കിലും ഭാരിൽ തുലാസിൽ ഭാരം തൂങ്ങിയോ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവൻ തന്നെയാണ് വിജയികൾ. ആരുടെയെങ്കിലും തുലാസിൽ തീരെ ഭാരമില്ലാണ്ടായി, ഹഫത്ത് മവാസീനുഹു, അതായത് ഒട്ടും ഭാരമില്ലാത്ത തുലാസാണെങ്കിൽ ഉലായിക്ക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാരിൽ പെട്ടില്ലേ, അവര് നഷ്ടക്കാരിൽ പെട്ടു. അതല്ല, നമ്മളൊക്കെ ഏറ്റവും നല്ല സത്യവിശ്വാസികളായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും അള്ളാഹുവിന്റെ മീസാനിൽ ഏറ്റവും ഭാരമേറിയ അമലുകളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും അള്ളാഹു തൃപ്തിപ്പെട്ട അമലുകളായിട്ട് നമ്മൾ പരലോകത്ത് എത്തുവാനും വലതു കൈയിൽ ഗന്ധം കെട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാനും മീസാനിൽ അതിവേഗതയുള്ള കുതിരക്കാരനെ പോലെ അല്ലെ നമുക്ക് പിന്നെ അതിവേഗതയിൽ പിന്നെ സിറാത്ത് പാലം കടക്കാനും സ്വർഗത്തിലെത്താനും സ്വർഗത്തിന്റെ ഏറ്റവും അത്യുന്നത പദവികൾ ലഭിക്കുവാനും വിധി കൂട്ടുമാറാകട്ടെ.